എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെബ്സൈറ്റിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വെബ് പേജാണ് ഈ ഒരു പേജ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അതായത് നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു രജിസ്ട്രേഷൻ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് അതുപോലെ BSc MLT BSc പെർഫ്യൂഷൻ ടെക്നോളജി BSc ഒപ്റ്റോമെട്രി BPT BCBT അതുപോലെ BA SLP BSc MRT അതുപോലെ BSc ഡയാലിസിസ് ടെക്നോളജി ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അതുപോലെ ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ആൻഡ് ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് ഈ ഒരു ഒറ്റ അപേക്ഷ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകാനായിട്ട് പാടുള്ളതല്ല. ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ എല്ലാ അപേക്ഷകളും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതുള്ളൂ. അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ +2ൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ CBSE ആണെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെയും ആ ഒരു ഫോട്ടോ അതായത് സ്കാൻ ചെയ്ത കോപ്പികൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കി വെക്കുക. ജനറൽ കാറ്റഗറിക്ക് 800 രൂപയും SC ST കാറ്റഗറിക്ക് 400 രൂപയും സർവീസ് കാൻഡിഡേറ്റ്സിന് 800 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസർവേഷനായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് സ്റ്റേറ്റ് പർപ്പസും അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷ വാലിഡിറ്റി ആണ് ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ OBC OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ SCBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 2 വർഷമല്ല 1 വർഷം മാത്രമാണ് ഉള്ളത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അപേക്ഷ അവസാനിക്കുന്നതിന് മുമ്പ് വാലിഡിറ്റി അവസാനിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ആ ഒരു സർട്ടിഫിക്കറ്റിന് അക്ഷയമായി അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു EWS സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. അത് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും സ്റ്റേറ്റ് പർപ്പസിനും അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷണൽ പർപ്പസിനും അതുപോലെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതും ആയിരിക്കണം. ഇക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർപ്പസ് മാറിപ്പോവരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനായിട്ടുള്ള ലിങ്കുകൾ വെബ്സൈറ്റിൽ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിശദ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസും അതുപോലെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് സ്പെഷ്യൽ അതായത് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നതിനായിട്ട് ഏതൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡൗൺലോഡ് ലിങ്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസും എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ കോളേജും കോഴ്സും നൽകേണ്ട ആവശ്യമില്ല. പിന്നീട് ആ ഒരു കോളേജും കോഴ്സും ഓപ്ഷൻ നൽകുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടാകും. അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.